വിനോദ്, നീ എന്തിനിവിടെ വന്നു? നിങ്ങളെ കാണാൻ. നീ എന്നെ കാണണ്ട. വിനോദ്, ഞാൻ വീട്ടിലേക്ക് പോവുകയാണ്. പൊയ്ക്കോളൂ. വിനോദ് കൂടെ വരണം. ഞാൻ വരില്ല. ഡോക്ടർ പറഞ്ഞു എനിക്കിനി അസുഖം ഉണ്ടാവുകയില്ലെന്ന്. വരൂ വിനോദ്, നമുക്ക് വീട്ടിലേക്ക് പോകാം. നിന്നോട് പൊയ്ക്കോളാനാണ് പറഞ്ഞത്. എന്നോട് പിണക്കമാണോ? എനിക്കാരോട് പിണക്കമില്ല. പിന്നെന്താണ് എന്റെ കൂടെ വരാത്തത്? നീ എന്റെ മുമ്പിൽ നല്ലവളാകാൻ ശ്രമിക്കരുത്. ഇറങ്ങിപ്പോ. ഞാൻ വിനോദിനോട് ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. പിന്നെന്തിനാണ് എന്നോട് ഇങ്ങനെ പെരുമാറുന്നത്? ആലോചിച്ചു നോക്കൂ, അപ്പോ മനസ്സിലാകും നീ ചെയ്ത തെറ്റെന്താണെന്ന്. ഇല്ല വിനോദ്, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നീ ചെയ്തത് എന്താണെന്ന് ഞാൻ പറയണോ? പറയണം, അതെനിക്കറിയണം. ബിന്ദു, വരൂ, നമുക്ക് വീട്ടിലേക്ക് പോകാം. ഇല്ലമ്മേ, ഞാൻ വരില്ല. വിനോദിന് എന്തോ തെറ്റിദ്ധാരണയുണ്ട്. അതെന്താണെന്ന് എനിക്കറിയണം. ബിന്ദു, നിനക്ക് അസുഖം മാറിയിട്ടില്ല. വരൂ. ഞാൻ വരില്ല. വരാനാണ് പറയുന്നത്. വിടമ്മേ. എന്റെ ഭർത്താവ് എന്താണ് എന്നോട് ഇങ്ങനെ പെരുമാറുന്നതെന്ന് എനിക്കറിയണ്ടേ? ഞാൻ എന്ത് തെറ്റ് ചെയ്തു? നീ ഒരു തെറ്റും ചെയ്തില്ല. വരൂ. ഇല്ലമ്മേ, വരില്ല. അതറിയാതെ ഞാൻ ഇവിടെ നിന്നും വരില്ല. വിനോദ്, ഞാൻ നിങ്ങളെ എന്റെ ജീവനേക്കാൾ കൂടുതൽ സ്നേഹിച്ചു. എനിക്ക് സുഖമില്ലാതായി. അതുകൊണ്ട് നിങ്ങൾ എന്നെ ഉപേക്ഷിക്കുകയാണല്ലേ? എനിക്ക് സുഖമില്ലാതായത് എന്റെ തെറ്റാണോ? ഈശ്വരൻ പോലും പൊറുക്കാത്ത തെറ്റാണ് നീ എന്നോട് ചെയ്തത്. പറയൂ, ഞാൻ എന്റെ തെറ്റാണ് നിങ്ങളോട് ചെയ്തത്. എനിക്കതറിയണം. പറയൂ, ഞാൻ എന്ത് തെറ്റ് ചെയ്തു? വിവാഹത്തിന് മുൻപ് നിനക്കൊരാളുമായി ബന്ധമുണ്ടായിരുന്നില്ലേ? നീ ഗർഭിണിയായിരുന്നില്ലേ? നിന്റെ അമ്മ നിന്നെ അബോർട്ട് ചെയ്യിച്ചു. ഞാനിതൊന്നും അറിഞ്ഞില്ലെന്നാണോ നിന്റെ വിചാരം? ഇല്ല വിനോദ്, ഇല്ല. എനിക്കങ്ങനെ സംഭവിച്ചിട്ടില്ല. വിനോദ് മറ്റെന്ത് വേണമെങ്കിലും പറയൂ, അതുമാത്രം പറയരുത്. എനിക്കങ്ങനെ തെറ്റുപറ്റിയിട്ടില്ല. എന്നെ വിശ്വസിക്കൂ, എന്നെ വിശ്വസിക്കൂ. വിനോദിനെ ആരോ തെറ്റിദ്ധരിപ്പിച്ചു. ഞാൻ ചീത്തയായിട്ടില്ല, ഞാൻ ചീത്തയായിട്ടില്ല വിനോദ്. നീ ആരോടാണ് ഇതൊക്കെ പറയുന്നത്? നീ എന്നെ വഞ്ചിച്ചവളാണ്. ഇറങ്ങിപ്പോക പുറത്ത്. വിനോദ്, പോകാനാണ് പറഞ്ഞത്. പോകാം വിനോദ്, പോകാം. വിനോദ് പറഞ്ഞത്, വിനോദ് പറഞ്ഞാ കേട്ടില്ലേ? എന്താണ് എന്താണ് ആരും ഒന്നും മിണ്ടാത്തത്? ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. വിനോദിനോട് പറയൂ, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന്. വിനോദിനോട് പറയൂ, പറയൂ. അമ്മേ, അമ്മേ, വിനോദ് പറഞ്ഞ നേരാണോ അമ്മേ? നേരാണോ? മോളെ, വിനോദ് പറഞ്ഞത് നിങ്ങളെല്ലാവരും വിശ്വസിച്ചു ഇല്ലേ? ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. വിനോദിനെ പറഞ്ഞു മനസ്സിലാക്കൂ, വിനോദിനെ പറഞ്ഞു മനസ്സിലാക്കൂ. ഡോക്ടർ, ഡോക്ടർ, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല ഡോക്ടർ. രാജി ചേച്ചി, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല രാജി ചേച്ചി. പറയൂ രാജി ചേച്ചി. അച്ഛാ, അച്ഛനെങ്കിലും പറയൂ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന്. പറയൂ അച്ഛാ, എനിക്ക് വേണ്ടി ആരും പറയില്ലേ? അച്ഛാ, പറയൂ അച്ഛാ. അതാ അയാളാണ്, അയാളാണ് എന്റെ മകളെ നശിപ്പിച്ചത്.
ഇതാ നോക്കൂ, എന്റെ മോളെ നോക്കൂ. ഇതിൽ ഭേദം നിങ്ങൾക്ക് ഇവിടെ കൊല്ലാമായിരുന്നില്ലേ? തെറ്റ് ചെയ്തു. ഒരു ദുർബല നിമിഷത്തിൽ അങ്ങനെ സംഭവിച്ചു. മനസ്സാക്ഷി കുത്തുമായി എന്റെ തെറ്റ് തിരുത്താൻ കുറ്റബോധത്തോടെ ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നു. നിങ്ങൾ എന്നെ ആട്ടിയിറക്കി. നിങ്ങൾക്കൊക്കെ പറയാൻ 1000 ന്യായങ്ങളുണ്ട്. എന്റെ മോളുടെ ജീവിതമാണ് നശിച്ചത്. വിനോദ്, നിന്റെ ഭാര്യ നിരപരാധിയാണ്. ഇവളെ നീ ഇങ്ങനെ ശിക്ഷിക്കരുത്. ശിക്ഷ അനുഭവിക്കേണ്ടവൻ ഞാനാണ്. നീ ഇവളെ ഉപേക്ഷിക്കരുത് വിനോദ്. നിനക്ക് ലജ്ജയില്ല എന്നോട് പറയാൻ? നീയും ഇവളുമായി ബന്ധമുണ്ടായെന്ന് അറിഞ്ഞിട്ടും ഞാനിവളെ സ്വീകരിക്കണം അല്ലേ? ഞാനാണ് അവളെ നശിപ്പിച്ചത്. അവൾക്കൊന്നും അറിയില്ലായിരുന്നു. വിനോദ്, നീ അവളോട് ക്ഷമിക്കും. ഇവൾക്ക് വേണ്ടി വാദിക്കേണ്ടത് നിന്റെ ആവശ്യമാണ്. വിനോദ്, നീ എന്നോട് സംസാരിക്കരുത്. എന്റെ മോൾ ഒന്നും അറിഞ്ഞുകൂടാത്ത പ്രായത്തിൽ ഒരു തെറ്റ് ചെയ്തു പോയി. വിനോദിന് ഇനിയും ക്ഷമിച്ചുകൂടെ? നിങ്ങൾ എന്നെ വഞ്ചിച്ചു. ശരിയാണ്, എനിക്കെല്ലാം അറിയാമായിരുന്നു. നിങ്ങളോടത് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ എന്റെ മോളെ വിവാഹം ചെയ്യുമായിരുന്നു. ആരെങ്കിലും അവളെ വിവാഹം ചെയ്യുമായിരുന്നു. ഏതമ്മയും ആഗ്രഹിക്കുന്നത് മകൾ വിവാഹം ചെയ്ത് സുഖമായി ജീവിക്കുന്നത് കാണാനാണ്. എന്റെ സ്ഥാനത്ത് ഏതമ്മയാണെങ്കിലും ഇതേ ചെയ്യൂ. ന്യായം പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കരുത്. ഒരിക്കലും ഒരു തെറ്റ് ചെയ്തു എന്ന് വെച്ച് ഇവൾക്ക് ജീവിക്കാൻ അവകാശമില്ലേ? ഉണ്ടായിരിക്കാം. എന്റെ കൂടെ ഇവൾ ജീവിക്കില്ലെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. വിനോദ്, നിങ്ങൾ എന്റെ മകളെ ഉപേക്ഷിക്കരുത്. അവളുടെ ജീവിതം അനാഥമാക്കരുത്. കരഞ്ഞതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. നിങ്ങളുടെ മകളെ എനിക്ക് ആവശ്യമില്ല. വിനോദ്, അവസാനമായി ഞാൻ നിന്നോട് അപേക്ഷിക്കുക. ബിന്ദുവിനോട് നീ ക്ഷമിക്കൂ. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഞാനിവൾ എന്റെ ഭാര്യയെ സ്വീകരിക്കില്ല. ബിന്ദു, മോളെ, മോളെ, ബിന്ദു, മോളെ. മോനെ രമേശ്, വിനോദ്, ഞാൻ ചെയ്ത് തെറ്റിനുള്ള ശിക്ഷ ഇത് മാത്രമേ ഉള്ളൂ. ക്ഷമിക്കൂ. രമേശ്, പോലീസ് സ്റ്റേഷൻ. ഞാൻ സൈക്കാട്രിസ്റ്റ് ഗോപിനാഥനാണ്. എൻ്റെ മകൻ ആത്മഹത്യ ചെയ്തു. എൻ്റെ വീട്ടിൽ. ഡോക്ടർ, എനിക്കെല്ലാം മനസ്സിലായി. എന്റെ ഭർത്താവ് പറഞ്ഞത് ശരിയാണ്. ഞാൻ തെറ്റ് ചെയ്തു. കുറച്ചു മുമ്പ് ഇവിടെ കണ്ടില്ലേ? അയാളാണ് എന്നെ നശിപ്പിച്ചത്.
അത് എന്റെ മകനാണ്. അയാളെവിടെ? എനിക്ക് അയാളെ കാണണം. അവൻ ആത്മഹത്യ ചെയ്തു. വിനോദ്, നീ ബിന്ദുവിനോട് ക്ഷമിക്കാൻ തയ്യാറായിരുന്നെങ്കിൽ എന്റെ മകൻ ഒരിക്കലും മരണം കൊണ്ട് കുറ്റസമ്മതം നടത്തേണ്ടി വരില്ലായിരുന്നു. വിനോദ്, എനിക്കെല്ലാം മനസ്സിലായി. ഞാൻ ചീത്തയായ പെണ്ണാണ്. എന്നെ നിങ്ങൾ ഭാര്യയായി സ്വീകരിക്കരുത്. എനിക്ക് ജീവിക്കാൻ അർഹതയില്ല. വരൂ അമ്മേ, നമുക്ക് പോകാം. തിരിച്ചു വിളിക്കണം അവളെ. ഓർമ്മ ഉറക്കാത്ത പ്രായത്തിൽ അവളൊരു തെറ്റ് ചെയ്തു. ഇത്രയൊക്കെ ആയിട്ട് നിനക്കത് ക്ഷമിക്കാൻ പാടില്ലേ? അവൾ അറിഞ്ഞുകൊണ്ട് നിന്നെ വഞ്ചിച്ചിട്ടില്ല. നിനക്ക് സത്യസന്ധമായി പറയാൻ പറ്റുമോ വിവാഹത്തിന് മുമ്പ് നീ തെറ്റ് ചെയ്തിട്ടില്ലെന്ന്? ജീവിതത്തിൽ ഒരിക്കലും പാളിപ്പോയിട്ട് നിന്റെ പ്രായത്തിലുള്ള ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? നിന്റെ പിടിവാശി കാരണം ഒരുത്തൻ മരിച്ചു. ഇവളും മരണത്തിലേക്കാണ് പോകുന്നത്. തിരിച്ചു വിളിക്കണം അവളെ. വിളിക്ക്. ബിന്ദു, ബിന്ദു.